പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗ് 10ാം സീസണിലെ തങ്ങളുടെ 12ാമത്തെ മത്സരത്തിൽ നിലവിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC. മോഹൻ ബഗാന്റെ ഹോം മൈതാനമായ കൊൽക്കത്തയിലെ സാൾട്ട് ലോക്ക് സ്റ്റേഡിയത്തിൽ വെച്ച മത്സരത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി മോഹൻ ബഗാൻ കൊൽക്കത്തയെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ച ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലെ രാത്രി നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിനു മുൻപ് കളിച്ച 6 മത്സരങ്ങളിൽ ഒരു മത്സരം സമനിലയായപ്പോൾ 5 മത്സരങ്ങൾ മോഹൻ ബഗാൻ വിജയിച്ചിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ ഗോൾ നേടി ടീമിനെ വിജയിപ്പിക്കാൻ സഹായിച്ചത് ദിമിത്രിയോസ് ഡയമന്റക്കോസ് ആണെങ്കിലും മത്സരത്തിലെ മികച്ച കോംബോകൾ മുഹമ്മദ് ഐമനും രാഹുൽ KPയുമായിരുന്നു. പ്രധാനമായും മത്സരത്തിന്റെ 38ാം മിനിറ്റിലും 53ാം മിനിറ്റിലുമായിരുന്നു ഐമന്റെയും രാഹുൽ KPയുടെയും മികച്ച ഒരു കോംബോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന്റെ 6ാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ KP രാഹുൽ പന്തുമായി വരുന്നു. പന്ത് നേരെ ഐമന്റെ കാലുകളിലേക്ക് കൊടുക്കുന്നു. ഐമൻ 2 താരങ്ങളുടെ ഇടയിലൂടെ വീണ്ടും രാഹുലിലേക്ക് ഒരു പാസ് നൽകുന്നു. രാഹുൽ അത് ഒരു 1 ടച്ച് പാസ്സാക്കി വീണ്ടും ഐമനിലേക്ക് കൊടുക്കുന്നു. താരം വീണ്ടും 1 ടച്ച് പാസ്സാക്കിക്കൊണ്ട് രാഹുലിലേക്കും കൊടുക്കുന്നു. പക്ഷേ ഐമൻ വെച്ചു കൊടുത്ത ആ ഒരു ബോൾ നിർഭാഗ്യവശാൽ രാഹുലിന് അവിടെ കൃത്യമായി കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ആയിരുന്നു മത്സരത്തിൽ ഇരു താരങ്ങളുടെയും മികച്ച ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഫുൾ 1 ടച്ച് പാസിലൂടെ തന്നെ. ശേഷം 53ാം മിനിറ്റിൽ വലത് വിങ്ങിലൂടെ പന്തുമായി കുതിച്ചു വന്ന രാഹുൽ ഒരു സ്ക്വയർ പാസ്സായി പന്ത് നേരെ ഐമനിലേക്ക് നൽകുന്നു. ഐമൻ പന്തുമായി കുറച്ച് മുൻപോട്ട് പോയതിനു ശേഷം രാഹുലിന് തന്നെ അത് നൽകുന്നു. പന്ത് തന്റെ കൈവശമായി എന്ന് ഉറപ്പുവരുത്തിയതോടെ രാഹുൽ അവിടെ നിന്ന് തന്നെ ഒരു 1 സ്റ്റെപ്പ് കിക്ക് എടുക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് അലക്ഷ്യമായി കൊണ്ട് പോസ്റ്റിന് മുകളിലൂടെ പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 53ാം മിനിറ്റിലും രാഹുലിന്റെയും ഐമന്റെയും ഒരു മികച്ച കോമ്പിനേഷൻ തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഐമനെ കൂടാതെ തന്നെ സഹോദരൻ അസറും ഇന്നലെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഐമൻ സബ്സ്റ്റിറ്റ്യൂട്ടായി കയറിയതിനു ശേഷം അസറിന്റെ മികച്ച രീതിയിലുള്ള ഡിഫെൻഡിങ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ അതിനുശേഷം രാഹുലിന്റെയും അസറിന്റെയും ഒരു മികച്ച മുന്നേറ്റവും നമുക്കെല്ലാവർക്കും കാണാൻ സാധിച്ചു. ഏതായാലും നിങ്ങളുടെ അഭിപ്രായ പ്രകാരം രാഹുലും അസറുമാണോ കോമ്പിനേഷൻ, രാഹുലും ഐമനുമാണോ കോമ്പിനേഷൻ എന്ന് നിങ്ങളൊന്ന് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.